മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ അങ്ങനെ റിലീസ് ചെയ്തു. വ്യാഴാഴ്ചയാണ് പടത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. എന്റെ ടീസർ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ചില തോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്റെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ അതിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എന്റെ ഒന്നാമത്തെ കാര്യം, LJPയും മോഹൻലാലും കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു ഇതൊരു കാലഭാഷ ഭേദം ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിനൊരു ടൈം അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് എവിടെ വേണമെങ്കിലും നടക്കണമെന്ന് നമുക്ക് കരുതാവുന്ന സ്റ്റോറിയാണ്. ഈവൻ അമ്മൂമ്മമാരും മറ്റേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറി പോലെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുക. കാരണം മൊത്തത്തിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു റെസ്ലറിനെ ചങ്ങലയോണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഒന്നുകിൽ ബ്രിട്ടീഷുകാരും ആ ഒരു നാട്ടിലത്തെ രാജാക്കന്മാരും കൂടി ഭരണം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നാട്ടിലുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും അതിനെതിരെ എങ്ങനെ ഈ വാലിബനും സംഘവും ഇറങ്ങുന്നു എന്നുള്ളതായിരിക്കണം സ്റ്റോറി. കാരണം ട്രെയിലറിന്റെ പലയിടങ്ങളിലും കുറെ ഒരു വാളും ഒക്കെ പിടിച്ച ആൾക്കാർ ഒരു കോട്ടവാതിലിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കൺവേ ചെയ്തിട്ടുള്ള ഒരു പടമാണെന്ന് പറഞ്ഞിരുന്നു. ഈവൻ ഇതിലൊരു റിവെഞ്ച് ഉണ്ട്, പ്രണയമുണ്ട്, അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ആൻഡ് ട്രെയിലർ കാണുമ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് അത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ക്ലൈമാക്സ് ആയിരിക്കില്ല പടത്തിന് ഉണ്ടാവുക എന്ന് എടുത്തു പറഞ്ഞിരുന്നു. സോ നമുക്കറിയാം ലിജോ ജോസിന്റെ മുമ്പത്തെ പടങ്ങളിലായാലും എന്തായിരിക്കും ഇവിടത്തിന്റെ എൻഡിങ് എന്നുള്ളത്. ഈവൻ പടം OTT റിലീസ് ആയാൽ പോലും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ അവസാനിക്കില്ല. ആൻഡ് ഇതില് റക്ക റക്ക എന്ന് പറയുന്ന സോങ്ങിലൊക്കെ ഒരു ഭസ്മൊക്കെ തൊട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള വാലിബന്റെ ക്യാരക്ടറിനെ നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇതിലായാലും ശരി ഒരു കൂട്ടം ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ തിങ്ങി നിറങ്ങി പുറത്തേക്ക് പോകുന്ന വാലിബനെയും കാണിക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ലാതെ ഇവരെ പല രീതിയിലുള്ള ഇവരുടെ കൾച്ചറായാലും ശരി, അല്ലെങ്കിൽ അവരുടെ നേരിടേണ്ടി വരുന്ന അടിമത്തങ്ങളും അവിടുത്തെ ഭരണം കാരണം നേരിടേണ്ടി വരുന്ന അടിച്ചമർത്തലുകൾക്കൊക്കെ എതിരെ ഒരു സമയം കഴിയുമ്പോൾ ഇവർ ഇറങ്ങിത്തിരിക്കും. അതിന് വാലിബൻ അതിനു കൂടിയിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ആയിരിക്കണം കാണിക്കുന്നത്. ആൻഡ് അവിടെയുള്ള ഒരു ഗുസ്തി മത്സരത്തിന്റെ ഒരു ഷോട്ടും കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ ടീസറിൽ കണ്ട പോലെ മോഹൻലാലിന്റെ ക്യാരക്ടർ നിലത്തിരുന്നു കൊണ്ടുള്ളത്. ആൻഡ് ഇതെല്ലാം ആ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ ഒന്ന് നമ്മുടെ മനസ്സിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കണം എന്ന് നമുക്ക് വിചാരിക്കാം. ആൻഡ് LJP എന്താണ് ഈ പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്തായാലും പടം റിലീസായി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ എന്തായാലും ഇതൊരു മാസ് പടം ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ പടം അല്ല നമുക്ക് എടുത്തെടുത്ത് പറയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടു. കാരണം ഇതൊരു കൂടുതലും ഇപ്പൊ റെസ്ലറുടെ ലൈഫായിരിക്കും പറയുണ്ടാവുക എന്ന് ആദ്യം കേട്ടിരുന്നു. ബട്ട് അതല്ല, പലതും എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈവൻ ഇപ്പോ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നാടോടി കഥകളിലത്തെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ടാവുക. ആൻഡ് ഇതിപ്പോ എല്ലാവർക്കും ഈക്വലി സ്പേസ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കണം. ഈവൻ ഒരു ബ്രോത്തൽ ബേസ്ഡ് സ്റ്റോറി കൂടി ആയിരിക്കണം ഇത്. കാരണം പല ലേഡി ക്യാരക്ടേഴ്സിന് ഇതിൽ കാണിച്ചിരുന്നു. അപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ രാജാക്കന്മാരുടെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അവിടെയൊക്കെ അങ്ങനെ ബ്രോത്തൽസ് ഓരോരോ സ്ഥലത്ത് നടന്നുണ്ടായിരുന്നു എന്നൊക്കെ. ആൻഡ് അതിലൂടെ എങ്ങനെ വല്ല റിവെഞ്ച് സ്റ്റോറി കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കണം ഇത് കൊണ്ടുപോകുക. ഒരു ലേഡീസ് ഇങ്ങനെ ഒരു നടുക്കിൽ കുറെ പേര് മരിച്ചു കിടക്കണതിന്റെ നടുക്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ എന്തായാലും 25-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് കണ്ടെന്നെ അറിയാം എന്താണ് പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള തോട്ട്സ് കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ